സുഹൃത്തുക്കളെ, അങ്ങനെ 100 കോടി തികഞ്ഞിരിക്കുകയാണ്. എവിടെ, എങ്ങനെ? ഇനി നമുക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാം, വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതൊന്നല്ല ഇപ്പോൾ വേണ്ടത്. വലിയൊരു മഹാദുരന്തം നടന്നിരിക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് സ്നേഹത്തോടെ സഹകരണത്തോടെ ഒരുമിച്ച് പ്രവർത്തിച്ച സമയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാവരും ഒരുമിച്ച് ഒരു സഹായത്തോടു കൂടി നിന്നപ്പോൾ 100 കോടിയാണ് തികഞ്ഞിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായിട്ട്. അതെ, പൊതുപ്രവർത്തകർ, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ വന്നിട്ടുള്ള ശമ്പളം, ഇത് മാത്രമല്ല നിരവധി സിനിമാ പ്രവർത്തകർ, ഒപ്പം തന്നെ നടിമാർ, നടന്മാർ എന്ന് വേണ്ട രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ വലിയൊരു ശതമാനം ആളുകൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കായിട്ട് നമ്മളാൽ കഴിയുന്ന സഹായം നൽകി കഴിഞ്ഞു. ഇനി വിവാദങ്ങൾക്ക് ഇവിടെ പ്രശസ്തിയില്ല, ഇനി കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. കണ്ടറിയണം നമുക്ക്. പൊളിയിലെ പൊളിറ്റിക്സ് ഇവിടെ തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു 500 കോടി പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി 500 കോടി എങ്ങനെ എത്തുമെന്ന് അറിയണ്ടേ? ഇനി വരാനിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം കൂടി വരുമ്പോൾ വയനാടിൻ്റെ പ്രത്യേക ഫണ്ടിൽ 500 കോടി കവിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും സന്തോഷം. അർഹമായ കൈകളിലേക്ക് എല്ലാ ഫണ്ടും എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം.